ശരത്, കെവിൻ നീനു വിഷയം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി കെവിൻ്റെ മരണ വാർഷികത്തിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും നീനു ഇപ്പോൾ എവിടെയെന്നൊരു ചോദ്യം വരികയും ചെയ്തിരുന്നു. പല മാധ്യമങ്ങളും അടിസ്ഥാനമില്ലാതെ നീനു വിവാഹിതയെന്നൊക്കെ പറഞ്ഞെങ്കിലും അതിലൊരു കൺഫർമേഷൻ വരേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനോ ഒരാളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. നീനു വിവാഹം കഴിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത, സ്ഥിരീകരിച്ച വാർത്ത, ഒരു വ്യക്തിയുടെ പൂർണ്ണമായും അവരുടെ മാത്രം അവകാശമാണ്. അവരുടെ പേഴ്സണൽ ലൈഫ് എത്രത്തോളം എക്സ്പോസ് ചെയ്യണം അല്ലെങ്കിൽ രഹസ്യമാക്കി വെക്കണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനവും അവകാശവുമാണ്. നീനു വിവാഹം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനെ അവരുടെ അച്ഛനോട് ഒരു മാധ്യമം ചെന്ന് കെവിൻ്റെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, നീനുവുമായി ബന്ധമുണ്ടോ ഇപ്പോൾ? അത് എനിക്കറിയില്ല, വിവാഹം കഴിച്ചു എന്നുള്ളത് എനിക്കറിയില്ല, പറഞ്ഞവരോട് തന്നെ പോയി ചോദിക്കൂ എന്ന് പറയുന്ന കെവിൻ്റെ അച്ഛൻ്റെ ബൈറ്റ് നമ്മൾ കാണുന്നു. ശേഷം വരുന്ന വാർത്തകളിൽ നീനു വിവാഹം കഴിച്ചു, നാട്ടിലില്ല, അവർ പുറത്താണുള്ളത്, എന്നുവെച്ചാൽ വേറൊരു സംസ്ഥാനത്താണ്, അവർക്ക് അവരുടെ വ്യക്തിപരമായി യാതൊരു കാര്യവും പുറം ലോകത്തോട് പറയാൻ താല്പര്യവുമില്ല. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ വരുന്നത് കമൻറ്റ് ബോക്സിൽ ഈ സദാചാരം വിളമ്പുന്ന കുറേ ആളുകളെക്കുറിച്ചാണ്. ഇങ്ങനത്തെ വരുന്ന വാർത്തകളുടെ എല്ലാം കമൻറ്റ് ബോക്സിൽ അന്ന് നീനു ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്നാണ്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു കെവിനും നീനും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടായി, കെവിൻ മരണപ്പെടുന്നു, നീനു ആ സമയത്ത് ആ വീട്ടുകാരോട് പൂർണ്ണമായി നിന്നൊരാളാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് ലൈഫല്ലേ ശരത്, മൂവ് ഓൺ ചെയ്യണം എന്ന ആ വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് അതാണ് കുറച്ച് സമാധാനം കിട്ടുന്നതെങ്കിൽ അവർ മൂവ് ഓൺ ചെയ്യും. ചില ആളുകൾ വിവാഹം കഴിക്കാതെ പോകും, ചില ആളുകൾ വിവാഹമോചനം നേടും, ചിലപ്പോൾ പ്രണയിക്കും, ലിവിങ് ടുഗദർ ആയിരിക്കും. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. പക്ഷേ ഞങ്ങൾ സമൂഹത്തിലെ സദാചാര ആങ്ങളമാർ പറയുന്നത് പോലെ നീനു കേട്ടാൽ മതി, നീനുവിന് നാണമില്ലേ പോയി വിവാഹം കഴിക്കാൻ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം ആളുകളും ഉണ്ട് ശരത്ത്. ഈ 21ാം നൂറ്റാണ്ടിലും ഇത് തന്നെ സംസാരിക്കുന്ന ആളുകൾ. വ്യക്തിപരമായിട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാൾ കൂടിയാണ് ഞാൻ. അതിനകത്ത് ഈ ഒരു വിഷയം, അതായത് നമ്മൾ പറയുന്നത് ഈ കമന്റ് ബോക്സ് ജീവികളെ കുറിച്ചാണ്. അതെ, നമ്മൾ അന്ന് തന്നെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫോട്ടോ വരുന്നു. അതായത് നീനു വിവാഹിതയായി, അച്ഛൻ, അതായത് കെവിന്റെ അച്ഛൻ അനുഗ്രഹത്തോടെ കെവിന് കൈപിടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളതിനെ കുറിച്ച് വിളിച്ച് ചോദിച്ചു, നമുക്കതിനെ ഫാക്ട് അറിയാം. അത് കല്യാണം കഴിച്ചോ ഇല്ലയോ അത് രണ്ടാമത്തെ കാര്യം. നമുക്ക് ആളുകളിലേക്ക് അത് ഡെലിവറി ചെയ്യുന്ന മുൻപേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതായത് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്. ഈ നേരത്തെ പറയുന്നത് ആ ഫോട്ടോ, ഒരു ചെറിയ ഇമേജ് കൊണ്ട് ആ വാർത്താ മാധ്യമത്തിന്, ആ വാർത്താ സ്ഥാപനത്തിന് ലാഭങ്ങൾ ഉണ്ടായി കാണും, ഒരുപാട് ലാഭങ്ങൾ ഉണ്ടായി കാണും, അല്ലെങ്കിൽ റീച്ച് കിട്ടി കാണും. പക്ഷെ അതിന് താഴെ വരുന്നു മണ്ടത്തരം വിളിച്ചു പറഞ്ഞ കുറെ ആളുകളുണ്ട്. അതായത് കാര്യമേയെന്നറിയാതെ, അതായത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകൾ, വാർത്തയ്ക്ക് പിന്നിൽ എന്ത് എന്ന് മനസ്സിലാക്കാതെ പറയും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോട്ടയം കേന്ദ്രീകരിച്ച് അവിടുത്തെ മാധ്യമ പ്രവർത്തകരെല്ലാം ചോദിച്ചു. പറഞ്ഞതും അവരും ഇതിനകത്ത് പക്വമായൊരു നിലപാടാണ് എടുത്തത്. അവരാരും അനാവശ്യമായിട്ട് അതിനകത്ത് ഇടപെടുന്നില്ല. കല്യാണം കഴിച്ചോ ഇല്ലയോ, ഇനിയുള്ള ജീവിതം അവരുടെ വിട്ടേക്കോ, അവരവരുടെ പാടിന് വിട്ടേക്കോ. നീനുവിന്റെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള വേറെ സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അതിനകത്ത് അർഹത, നീനുവിന് മാത്രം ചിന്തിക്കാന്നുള്ള കാര്യമാണ് അതിനകത്ത്. ജീവിക്കണോ അല്ലെങ്കിൽ വേറൊരാളെ കല്യാണം കഴിക്കണോ, അതോ ഇനിയുള്ള കാലത്ത് അങ്ങനെ ജീവിക്കുന്നത് നീനുവിന്റെ കാര്യമാണ്. തീർച്ചയായിട്ടും ഇവിടെയാണ് ഇത്തരത്തിൽ മനുഷ്യൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വന്ന് നമ്മളെ നന്നാക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നടക്കേണ്ടത്, നാട്ടു നടപ്പ് ഇങ്ങനെയാണ്, കീഴ്വഴക്കം ഇങ്ങനെയാണെന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരമാവധി അന്ന് തന്നെ ഈ ഒരു വാർത്ത പറയാതെ പോയത്. അതായത് നമുക്ക് ഇത് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാമായിരുന്നു. നീനു എവിടെ, നീനുവിന് ഇനിയുള്ള ജീവിതം നമുക്ക് വേണമെങ്കിൽ കുറെ ക്ലിക്ക് ബൈറ്റ് ഇട്ട് തമ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു ശരത്. ഞങ്ങൾ കണ്ടുപിടിച്ചു ഫസ്റ്റ് നമ്മുടെ എക്സ്ക്ലൂസീവ്. നമുക്ക് അന്ന് ആ ഉത്തരം കിട്ടി, അന്ന് തന്നെ ആ ഉത്തരം കിട്ടി, എവിടെയാണെന്ന് വരെ കിട്ടി. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ വിടുക, വെറുതെ വിടുക. അതാണ് നമ്മൾ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള മാധ്യമം എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചത് നീനുവിന്റെ പേഴ്സണൽ ലൈഫിലേക്ക് തലയിട്ട് നോക്കാൻ നീനു സമ്മതിക്കാത്തടത്തോളം നമുക്ക് താല്പര്യമില്ല. പക്ഷേ നീനു ഒരു മാധ്യമത്തിൽ വന്ന് നീനുവിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുമായിരിക്കും. അവരുടെ അനുവാദമുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുമായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നിലവിൽ കമന്റ് ബോക്സ് ജീവികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ കീഴ്വഴക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുൻ തലമുറയിലെ ആളുകൾ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങളുടെ സദാചാര സിദ്ധാന്തത്തിൽ വിചാരിക്കുന്ന ആളുകളിൽ ഒരു വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചാൽ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചാൽ മാത്രമാണ് ശരത്തിനത് പ്രശ്നം. ഭർത്താവ് മരിച്ചാൽ ഭാര്യ വിധവയായി തന്നെ കഴിഞ്ഞോണം. പണ്ട് ഇതിന്റെ എക്സ്റ്റൻഷൻ ആയിരുന്നു സതി, അല്ലേ? സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ഐഡന്റിറ്റി ഇല്ലാത്തതുകൊണ്ട് സതി തീയിൽ ചാടി മരിച്ചു കൊള്ളണം. അതൊക്കെ ഇവിടെ നിരോധിച്ചു. അപ്പൊ സതി നിരോധിച്ചത് കൊണ്ട് മാത്രം തീയിൽ ചാടണ്ട. പക്ഷെ ഭർത്താവ് പോയല്ലോ എന്നോർത്ത് ജീവിതകാലം മുഴുവനും ഈ സ്ത്രീ ഒറ്റപ്പെട്ട് കഴിഞ്ഞോണം, അവർക്ക് പിന്നീടൊരു ജീവിതമേ പാടില്ല എന്ന് ശഠിക്കുന്ന, വാശി പിടിക്കുന്ന ഒരു സമൂഹമാണ്. ഇനി ഇതിനെ മറ്റൊരു എക്സ്റ്റൻഷനാണ്. ഇതിൽ നീനു അനുഭവിച്ച എന്തോരം വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ആ കുട്ടി പഠിച്ചു, ജോലി മേടിച്ചു,
ആ കുട്ടി സർവൈവ് ചെയ്യുന്നു. ആ കെവിന്റെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട സമയങ്ങളിൽ നിന്നിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടി മൂവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞ കാര്യമുണ്ട്. തങ്ങി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ഏറ്റവും വലിയ വേദനയും അതാണ്. ഏറ്റവും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതാണ്. കാഞ്ചനമാലയുടെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞു. ഞാൻ അത് അവരുടെ ചോയ്സാണ്, അവരുടെ ചോയ്സാണ്, അവർക്ക് ഇപ്പൊ നോക്കൂ, കാഞ്ചനമാലയ്ക്ക് ചോദിച്ചപ്പോൾ കാഞ്ചനമാലയ്ക്ക് അങ്ങനെ ഇഷ്ടമായതുകൊണ്ട് കാഞ്ചനമാല ചെയ്തു. അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നുള്ളതാണ്. കാഞ്ചനമാലയുടെ കൂട്ടുകാർ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. മാധവിക്കുട്ടിക്ക് ജീവിക്കാൻ അനുവാദം ഉള്ളൊരു നാടാണത്. അല്ലെങ്കിൽ ഒരുപാട് പ്രണയങ്ങൾ ഉള്ള ജീവിക്കാൻ ലിവിങ് ടുഗദർ ഓക്കെ ആവുന്നൊരു സമൂഹത്തിൽ ഇരുന്ന് വന്നിട്ട് ഞങ്ങൾ ആണുങ്ങൾ പറയുന്ന പോലെയൊക്കെ നീ കേട്ടാൽ നീ വെറും പെണ്ണാണ് എന്നൊക്കെ പറയുന്നുള്ളവരോട് നിങ്ങൾ ആരാണിത് ചോദിക്കാനെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ നമ്മള് ഇങ്ങനെ പറയുന്നെങ്കിൽ ഒന്നുകിൽ ഫെമിനിസ്റ്റ് ആക്കുമല്ലോ, അങ്ങനെ കുറെ രീതിയാണ്. പക്ഷെ അതല്ല, നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ എനിക്കൊന്ന് ഒരുപാട് കുടുംബങ്ങളിൽ ഇപ്പോൾ അതായത് പറയാൻ കാരണം ഡിവോഴ്സുകൾ ഒരുപാട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലൊരു ഡിവോഴ്സ് ഉണ്ടെങ്കിൽ അപ്പൊ നടക്കുകയാണെങ്കിൽ അവരുടെ അനിയത്തി ഇപ്പൊ വീട്ടിലുള്ളവരാണെങ്കിൽ അനിയത്തി എല്ലാ കാലവും അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ മരണം ഉണ്ടായാൽ ഹസ്ബൻഡ് മരിച്ചു പോയാൽ അങ്ങനെ നിൽക്കുമെന്ന് വിചാരിക്കും. വീട്ടുകാർക്ക് സ്വന്തം വീട്ടിൽ വരുമ്പോഴേ അവരാരും നോക്കാൻ ബാധ്യത. ഇപ്പൊ ആൾക്കാർക്കാർക്കും ബാധ്യത ഏറ്റെടുക്കണം. പച്ചയ്ക്ക് പറയാലോ, ഇത് ഒരു അവരുടെ ഒരു സേവനമല്ല, ബാധ്യതയായി മാറും. ആ ബാധ്യത ആകാതിരിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായ വരുമാനം വേണം. ആ സ്ത്രീക്കാലും അല്ലെങ്കിൽ അവർക്കൊരു കൂട്ടായി നാളെ ഒരാൾ വേണമെന്ന് ചോയ്സ് ആണെങ്കിൽ അത് വേണം, അത് മസ്റ്റായിട്ട് വേണം. അത് ഒരിക്കലും വീട്ടുകാരുടെ ചിന്തയല്ല അതിനകത്ത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ പറയുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ആ രീതിയിൽ ചിന്തിക്കുള്ളൂ. നമ്മുടെ അനിയത്തിക്ക് ഇനി എന്താണ് ഭാവി, അവർക്കും ഇല്ലേ, അവർക്കും ചിന്തിക്കേണ്ടതില്ലേ, അവർക്കും എന്താ പറയുക സ്വൈര ജീവിതം വേണ്ടേ, തുണയായിട്ട് ഒരാൾ വേണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ അനിയത്തി തന്നെ പറയുകയാണ് എനിക്കിനി ഒറ്റയ്ക്ക് നടക്കണം എന്ന് പറഞ്ഞാലും അതിനും അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, വശമുണ്ടല്ലോ. ഇതിനകത്തൊരു പ്രധാന പ്രശ്നം ഈ ശരത്തും ഇപ്പൊ പറഞ്ഞത് കാര്യം, അങ്ങനെ പറഞ്ഞവരെല്ലാം ഈ പെണ്ണുങ്ങളുടെ പാവാട വാങ്ങികൾ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ നീയൊക്കെ ഫെമിനിസ്റ്റുകളായല്ലേ ചോദിക്കും. നിങ്ങൾ എല്ലാവരും ഈ സമൂഹം മനസ്സിലാക്കേണ്ട ഒരു ആണും പെണ്ണും തുല്യരാണെന്ന് പറയുന്നതാണ് ഫെമിനിസം. അത് ആണുങ്ങൾ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾ ഡിവോഴ്സ് ആയാൽ അല്ലെങ്കിൽ ഒരാൾ സെപ്പറേറ്റഡ് ആയാൽ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ ശരത്? എത്രയോ ആളുകൾ ഈ നാട്ടിൽ അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം, എത്രയോ പെൺകുട്ടികൾ വീട്ടിലെ സ്ത്രീധന പീഡനവും അതും ഇതുമൊക്കെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു പോകുന്നുണ്ട്, കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ മരണങ്ങൾ നടക്കുന്നുണ്ട്. അവളൊന്ന് വീട്ടിൽ പോയിരുന്നെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്ന നിഷ്പക്ഷരാവും. ഈ പറയുന്ന ആൾക്കാരെ എന്ത് വീട്ടിൽ പോയാലും സ്വന്തമായിട്ട് നിലപാടില്ലേ പെണ്ണെ എന്നൊക്കെ പറഞ്ഞു വരുന്നവര്. അതെ, അതാണ് ഒരിക്കലും ഒരു സ്ത്രീക്ക് എനിക്ക് നാണക്കേട് തോന്നുന്നു. 21ാം നൂറ്റാണ്ടിൽ ഇരുന്നിട്ട് നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ നമ്മൾ കമന്റ് ബോക്സിലെ ആങ്ങളമാർക്ക് ക്ലാസ് എടുക്കേണ്ടി വരിക എന്ന് പറയുന്നത്, അതും സോക്കോൾഡ് പ്രബുദ്ധ സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രബുദ്ധ കേരളത്തിൽ ഇരുന്നുകൊണ്ട് നീനുവിനെ നിങ്ങൾ നീനുവിന്റെ വഴിക്ക് വിടുക. ഒരു വ്യക്തിനെ, ആ വ്യക്തിക്ക് അവർക്ക് സ്വകാര്യത പങ്കുവെക്കാൻ താല്പര്യമില്ലെങ്കിൽ ആ വഴിക്ക് നിങ്ങൾ പോവുകയും അതിലേക്ക് തലയിടുകയും ചെയ്യരുത്. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ഛർദ്ദിച്ച് വെക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച സാമൂഹിക സദാചാരമാണെങ്കിൽ ആ സാമൂഹിക സദാചാരം 6ാം നൂറ്റാണ്ടിനപ്പുറത്തേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് പറയാം. ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ത്രീയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിന്റെ പേരിൽ താലിബാനെ വിമർശിക്കുന്നവർ കൂടിയാണ് ഇവർ. അപ്പൊ ഒന്ന് ആലോചിക്കുക, നിങ്ങളും താലിബാനും ചെയ്യുന്നത് തമ്മിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇപ്പൊ കാണിക്കുന്നതും അത് തന്നെയാണ്. ഒരു തരത്തിൽ നിങ്ങളും താലിബാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം അളക്കേണ്ടത് മറ്റൊരാളല്ല. അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം തീരുമാനിക്കാനുള്ള ശേഷിയുണ്ട്. അവർക്കുണ്ടെങ്കിൽ അവരെ വെറുതെ വിടുക, അത് തന്നെയാണ് വേണ്ടത്. മീനുവിന്റെ കാര്യത്തിൽ അത് തന്നെ പറയാനുള്ള. ഈ ഒരു വാർത്ത ഇതോടെ തന്നെ നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ഇനി ഒരു ചർച്ചകൾക്ക് വഴി വെക്കാതെ നമ്മൾ ഇവിടെ തന്നെ അത് പൂർണ്ണ വിരാമം ഇടുക എന്നതാണ്. അതായത് നീനുവിന് വാർത്തയിൽ അല്ലെങ്കിൽ ഇനി മുഖം കാണിക്കണമെന്ന് കരുതുന്നത് വരെ നമ്മളത് സൗകര്യപൂർവ്വം അങ്ങ് മറന്നേക്കുക എന്നുള്ളതാണ് ഒരു സത്യമായിട്ട് പറയാനുള്ളത്.